കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിൽ ഉണ്ടാകുന്ന കനത്ത പേമാരി, അതുപോലെ നദികളിലെ വെള്ളപ്പൊക്കം, ഇതൊക്കെ ജനജീവിതത്തെ പൂർണ്ണമായിട്ടും ബാധിച്ചു. പലയിടങ്ങളിലും വലിയ തോതിൽ വെള്ളം കയറി. 2018 സമാനമായിട്ട് റാന്നിയിലുണ്ടായി, ആറന്മുളയിലുണ്ടാകുന്നു. ഇന്ന് തിരുവല്ല, ചെങ്ങന്നൂർ മേഖലകളിൽ, മലപ്പുറത്ത് വീണ്ടും ഈ വെള്ളം മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഇപ്പോൾ പറയുന്നത് ഈ മൺസൂൺ എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ ജീവനാഡിയാണ്. ഇതിൻ്റെ താളം തെറ്റി. ജൂണിൽ ആവശ്യത്തിന് മഴ ലഭിച്ചു. എന്നാൽ ജൂലൈയിലായപ്പോൾ അങ്ങനെയുള്ള താളം തെറ്റി. ഓഗസ്റ്റ് ആയപ്പോൾ ശക്തമായ മഴ പെയ്തു. അപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ മേഖലയ്ക്കുൾപ്പെടെ കൃത്യമായിട്ട് പ്രവചനങ്ങൾ നടത്താൻ സാധിക്കാത്തതുകൊണ്ടാണോ നമ്മുടെ സർക്കാരിന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തത്? അതല്ല, ഈ കാലാവസ്ഥാ പ്രവചനം എപ്പോഴും ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു ടെക്നോളജിയാണ്. അത്യന്തം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ് കാലാവസ്ഥാ പ്രവചനം. നമ്മൾ പലരും വളരെ ലാഘവത്തോടെ അവരെ പരിഹസിക്കും. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു. അതൊക്കെ ശരി, ഒരു ലൈറ്റായിട്ടൊരു പരിഹാസം എന്നുള്ള നിലയ്ക്ക് ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷേ ലോകത്ത് പലവിധ ടെക്നോളജികളുള്ളതിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ആകാശത്ത് നടക്കുന്ന പ്രതിഭാസങ്ങൾ. അത് കുറേയൊക്കെ മുൻകൂട്ടി കാണാൻ പറ്റും. ബട്ട് അത് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അത് തെറ്റിപ്പോകും. ഒരു ചെറിയ കാറ്റ് ക്രോസായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മേഘങ്ങളെല്ലാം കൂടെ വേറൊരു വഴിക്ക് പോവുകയും വേറൊരു സ്ഥലത്ത് മഴ പെയ്യുകയൊക്കെ ചെയ്യും. ഇത് ആക്യുറേറ്റായിട്ട് പ്രവചിക്കാൻ സാധ്യമല്ല. ബൈ ആൻഡ് ലാർജ് അവരുടെ പ്രവചനം എപ്പോഴും ശരിയാണ്. ഇത് ആളുകൾ കൃത്യമായിട്ടത് ഒബ്സർവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കാലാവസ്ഥാ പ്രവചനം ബൈ ആൻഡ് ലാർജ് സത്യമായിരിക്കും. ചില ദിവസങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് തെറ്റിപ്പോകും. കാരണം ഇത് ആകാശത്ത് നടക്കുന്ന ചലനങ്ങളാണ്. ആ ചലനങ്ങളിങ്ങനെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുന്നത്, ഇപ്പോൾ ദേ വരുന്നു എന്ന് പറയും, പെട്ടെന്ന് തെക്കോട്ട് തിരിഞ്ഞ് പോകും. അപ്പോൾ അതിന് കാലാവസ്ഥക്കാരന് കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കിഴക്കോട്ട് വരുന്ന സാധനം പെട്ടെന്ന് റൈറ്റ് ടേൺ എടുത്തിട്ട് തെക്കോട്ട് പോകുന്നു, എന്നിട്ട് ശ്രീലങ്കയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അത് തെറ്റിയത് കൊണ്ട് ഇത് തെറ്റി എന്ന് പറയുന്നത് മര്യാദയല്ല. അത് കാലാവസ്ഥാ പ്രവചനത്തോട് അവരോട് ചെയ്യുന്ന ഒരു അപരാധമാണ്, അവരെ കുറ്റവാളികളാക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ 2018 പ്രളയത്തിലും മോറോർലെസ് കൃത്യമായിട്ട് തന്നെ ഈ കാലാവസ്ഥാ പ്രവചനം അവർ നടത്തിയിരുന്നു. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അന്നത്തെ ഡാറ്റ ഹൈക്കോടതിയിലൊരു കേസിന് വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം അവർ പറഞ്ഞ സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അവർ പറയും 26-ാം തീയതി ഉച്ചയോടുകൂടി ഇത് തീരത്ത് വരും എന്നൊക്കെ പറയും. ചിലപ്പോൾ അത് രാവിലെ തന്നെ വന്നു കളയും, അല്ലെങ്കിൽ വൈകുന്നേരം ആയിപ്പോകും. ഇത്രയേ ഉള്ളൂ. പക്ഷെ വരും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതിശക്തമായിരിക്കുമെന്ന് അവർ പറഞ്ഞാൽ ചിലപ്പോൾ അല്പം ലൈറ്റായിരിക്കും. ഈ വ്യത്യാസങ്ങളെ വരാറുള്ളൂ. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, ഇത് സാധാരണക്കാരന് എന്താ അതിൽ ചെയ്യേണ്ടത്? ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് എന്ന് പറയുന്നു. ആളുകൾ എന്ത് ചെയ്യണം? അതാരും പറയാറില്ല. ഇന്ന ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശരി, ഓറഞ്ച് അലർട്ട് എന്ത് ചെയ്യണം? ഞാൻ എന്താ ചെയ്യേണ്ടത്? ശ്വാസം പിടിച്ചിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണോ? അതോ മച്ചമ്പുറത്ത് കയറിയിരിക്കണോ? അതോ അവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കണോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് കൃത്യമായിട്ട് ഇന്ന് വരെ അധികാരികൾ പറഞ്ഞിട്ടില്ല. എന്നിട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചില്ല, അത് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് മലമറിച്ച് കളഞ്ഞേനെ എന്നുള്ള മട്ടിലുള്ള വർത്തമാനം ശരിയല്ല. ഈ വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ, വളരെ സ്ട്രേഞ്ചാണ്. ഒരു അപകടം നടക്കുന്ന സ്ഥലത്ത് വരെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നു. അത് LDFും ചെയ്യുന്നുണ്ട്, ഇവരും ചെയ്യുന്നുണ്ട്, UDFും ചെയ്യുന്നുണ്ട്. നേരത്തെ 2018 പ്രളയത്തിൽ UDF ചെയ്തു, ഇപ്പോൾ അത് LDF ചെയ്യുന്നു. വാസ്തവത്തിൽ പ്രളയ സമയത്ത് നിങ്ങൾക്കിതെല്ലാം നോട്ട് ചെയ്തൊക്കെ വയ്ക്കാം, ഈ വീഴ്ചകളൊക്കെ. പക്ഷേ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ മനുഷ്യത്വമുള്ളവർ ചെയ്യേണ്ടത്. സിനിജിയുടെ കുറ്റം കൊണ്ടാണ് ഇവിടെ വെള്ളം കയറിയിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആ വെള്ളത്തിൽപ്പെട്ട ആൾക്കാരെ രക്ഷിക്കണ്ടേ?
അവിടെ സിനിജിയുണ്ട്. ഉം. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് സിനിജിയുടെ പിടിപ്പുകേടാണെന്നൊക്കെ പറഞ്ഞ് സിനിജിയോട് വഴക്കുണ്ടാക്കുന്ന മര്യാദയാണ്. അല്ല. ഇത് വെള്ളം ഇറങ്ങട്ടെ, നമുക്ക് ഇനിയും ദിവസം സിനിജിയെ വിമർശിക്കാൻ എനിക്കിഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ഈ ദുരന്തമുഖത്ത് അത് ചെയ്യുന്നത് ഒരു മനുഷ്യത്വരഹിതമായ കാര്യമാണ്. അത് ഇത്രയുമൊക്കെ ഈ വെള്ളം കയറിയിട്ടും ഈ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. വേറൊന്ന്, നമ്മളുടെ മല കയ്യേറ്റം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യൻ ഈ നമ്മുടെ സഹ്യപർവ്വതം കയ്യേറി വല്ലാതെ ഒരു പരുവമാക്കി. അപ്പം അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. കയ്യേറിയവരെ ഞാൻ കുറ്റം പറയില്ല, ആളുകൾക്ക് സ്ഥലം വേണ്ടേ. അവർ കയ്യേറി കഴിഞ്ഞിട്ട് പിന്നെ അതിന് പട്ടയം കിട്ടാനായിട്ട് അവർ യുദ്ധം ചെയ്യും. അവസാനം സർക്കാരിന് വോട്ട് വേണം, അവരെ പിന്താങ്ങാൻ രാഷ്ട്രീയ കക്ഷികൾ ഇറങ്ങും. അപ്പോൾ പട്ടയം കൊടുക്കും. പട്ടയം കൊടുത്ത് അവരുടെ ഭൂമി സ്വന്തമായി അവരവിടെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യും, കെട്ടിടങ്ങൾ വയ്ക്കും. അപ്പോഴൊക്കെ ഈ വെള്ളത്തിൻ്റെ ഈ നീർവാർച്ച ഇതൊക്കെ തടയുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ പ്രഷർ ബിൽഡപ്പ് ചെയ്തിട്ട് ഒരു മൊമെൻറ്റിൽ ഈ വീടും കുടിയും എല്ലാം കൂടെ തള്ളിക്കളഞ്ഞുകൊണ്ട് മണ്ണും വെള്ളവും കൂടെ ഉരുള് പൊട്ടി ഇങ്ങോട്ട് ഇറങ്ങും. അത് കുറേശ്ശെ ആയിട്ട് ഒഴുകിപ്പോകാനുള്ള ഒരു അവസരമോ ചാലോ നമ്മൾ ബാക്കി വയ്ക്കാറില്ല. അതും കൂടെ നമ്മൾ കയ്യേറും. സിറ്റിയിലാണെങ്കിൽ, നഗരങ്ങളിൽ നമ്മൾ ഓട കയ്യേറും. ഈ നമ്മുടെ എറണാകുളത്തിൻ്റെ ഒരു ഡ്രെയിനേജ് പോലെ പ്രവർത്തിച്ച്, ശരിക്കും പറഞ്ഞാൽ അതൊരു തോടാണ്, പെരണ്ടൂർ കനാൽ. ഈ പെരണ്ടൂർ കനാൽ കയ്യേറി പല സ്ഥലത്തും 4 അടി വീതി 5 അടി വീതിയൊക്കെ ഉള്ളൂ ഈ കനാലിന്. നേരത്തെ വള്ളം കയറി പോകുന്ന കനാലായിരുന്നു. ഒരു വള്ളം അങ്ങോട്ടും ഒരു വള്ളം ഇങ്ങോട്ടുമായിട്ട് പോകാനും മാത്രം വീതി ഉണ്ടായിരുന്ന സ്ഥലം. എറണാകുളം അല്ലെങ്കിൽ തന്നെ കായൽ നിരപ്പിൽ നിന്ന് താഴ്ന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് എറണാകുളത്ത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, മഴ ഈ പെയ്ത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മഴ നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം ഇറങ്ങിപ്പോകില്ല. കാരണം ഇതിങ്ങനെ പാത്രത്തിൽ പിടിച്ചിരിക്കുക, നമ്മൾ ലോ ലൈങ് സ്ഥലത്ത് പിടിച്ചു വെച്ചിരിക്കുക. ഇതെങ്ങോട്ട് ഒഴുകും? ഇത് ചാല് കയറി കായലിലേക്ക് എത്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കായലിലെ വെള്ളത്തിൻ്റെ നിരപ്പ് വലുതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും വെള്ളം വരും എന്നുള്ളത്, ഇത് അങ്ങോട്ട് പോകില്ല. ഇതൊക്കെ എറണാകുളത്തിൻ്റെ പ്രശ്നമാണ്. ഇതിലും വലിയ പ്രശ്നമാണ് മലമ്പ്രദേശത്ത്. എറണാകുളത്ത് ഒന്നുമില്ലെങ്കിൽ 2-3 ദിവസം മഴയില്ലാതെ ആയി കഴിഞ്ഞാൽ മെല്ലെ ഇത് വലിഞ്ഞും അതിലെ കുറേശ്ശെയൊക്കെ ഓടകളിലൂടെ അതങ്ങ് പൊക്കോളും. ഏറെ വന്നാൽ ഒരു 3 ദിവസത്തെ. മറ്റവരുടെ അങ്ങനെയല്ല, ഇടിഞ്ഞു പോവുകയാണ്. വീടിടിഞ്ഞ് വീഴും, മരം മറിഞ്ഞു വീഴും, ഇതൊക്കെയായിട്ട് അവർ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനോ അല്ലെങ്കിൽ കണക്ക് തീർക്കാനോ ശ്രമിക്കുന്നത് ശരിയല്ല. 2018 UDF അങ്ങനെ ചെയ്തില്ല, ചെയ്തു, ശരി എന്ന് വെച്ച് LDFന് ഇപ്പോൾ ചെയ്യാമോ? LDF എങ്കിലും അത് നിർത്തിവെക്കുക. നിങ്ങളന്ന് ചെയ്തതാണ്, ഞങ്ങൾക്കും ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഗ്രേസ്ഫുള്ളായിട്ട് പറഞ്ഞിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുഴുകുക. അതാണ് രാഷ്ട്രീയ കക്ഷികൾ ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ അത് ചെയ്യില്ല. എവരിബഡി എൻജോയ്സ് എ ഫ്ലഡ്. കിട്ടി, ഇത് വെച്ചിട്ട് അവനെ തല്ലാം. അല്ല, നമ്മുടെ ഇപ്പോൾ ഈ പമ്പ നദി, അതുപോലെ തന്നെ മീനച്ചിലാർ, ഇതെല്ലാം കരകവിഞ്ഞൊഴുകുന്നു. പമ്പ നദി കരകവിഞ്ഞുകൊണ്ടാണ് റാന്നിയിൽ വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായത്. ഇതിന് പറയുന്ന ന്യായം, കുത്തിയൊലിച്ച് വെള്ളം എത്തിയപ്പോൾ ഈ നദികൾക്ക് ഈ വെള്ളത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം മണൽവാരൽ നടക്കുന്നില്ല, എക്കൽ വാരുന്നില്ല. പണ്ട് ഇതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് മണൽക്കൊള്ളക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ നിയമത്തെ അന്ധമായിട്ട് അങ്ങ് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ? അത് ചെയ്യേണ്ടതാണ്. അതിനൊക്കെ ഒരു സ്റ്റഡി വേണ്ടേ. ഇപ്പോൾ നമ്മൾ ഒരു 40-50 കൊല്ലം മുമ്പ് വരെ ഒരു പ്രശ്നമില്ലാതെ ഈ നദികൾ ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെയാണ് ഈ മണൽ വരൽ നിരോധനം വരിക, പിന്നെ അത് കുറയ്ക്കുക, പിന്നെ അത് കള്ളക്കടത്ത് നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വന്നു. ഇപ്പോഴും നമുക്ക് എന്താ ചെയ്യേണ്ടത്? നദികളിൽ നിയന്ത്രിതമായിട്ട് മണൽ വാരാൻ അനുവദിക്കണം. അതല്ലെങ്കിൽ വാരാനേ പാടില്ല. നദി അതിൻ്റെ പാട്ടിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒഴുകട്ടെ. അതാണല്ലോ പ്രകൃതിയുടെ ഇതെന്താ, നദി തോന്നുംപാട് ഒഴുകിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് ആരും വാരാറുമില്ല, അതിൽ കൊണ്ടുപോയി ഇടാറുമില്ല, അതിങ്ങനെ ഒഴുകിപ്പോവുകയാണ്. കുടിക്കാനോ ജലസേചനത്തിനോ ഒക്കെയുള്ള വെള്ളം എടുക്കുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ അടിത്തട്ട് മാന്താൻ ആരും പോകാറില്ല. അടിയിൽ മണ്ണുണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ കുറേ കഴിയുമ്പോൾ ഇത് മെല്ലെ ഗതി മാറി ഒഴുകാനൊക്കെ തുടങ്ങും.
അപ്പോൾ നമ്മൾ മാറിക്കൊടുക്കും. അതനുസരിച്ചൊക്കെയാണ് പൊയ്ക്കൊണ്ട്. അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞു. ഇറ്റ്സ് ഓൾ ഗോൺ. അപ്പോൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ സീരിയസ് ആയിട്ടൊരു സ്റ്റഡി നടത്തിയിട്ട് എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനും അതനുസരിച്ച് നടപടിയെടുക്കാനും സാധിക്കണം. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും, നടപടിയെടുക്കില്ല. നടപടിയെടുക്കാൻ നേരത്ത് രാഷ്ട്രീയ സ്വാധീനവും ഇതുമൊക്കെ വരും. ഞാനിപ്പോൾ എൻ്റെ വീട് റീലൊക്കേറ്റ് ചെയ്യണം. മോഹൻദാസ് ഇവിടെ താമസിക്കുന്നത് ശരിയല്ല. മോഹൻദാസിൻ്റെ ഒരു വീട് ഇവിടുത്തെ മൊത്തം ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നു. ഇങ്ങനൊരു സ്റ്റഡി റിപ്പോർട്ട് വന്നു എന്ന് വയ്ക്കുക, ഞാൻ മാറിക്കൊടുക്കുക. ഞാൻ കാരണം 10-250 വീട്ടുകാരാണ് വിഷമിക്കുന്നത്. ഞാൻ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെയാണ് വെള്ളത്തിൻ്റെ സ്വാഭാവികമായ വരവ്. ഇനി ഞാൻ മാറിക്കൊടുക്കാത്തതിന് കാരണമുണ്ട്. എനിക്ക് വേറൊരു സ്ഥലത്ത് ഒരു വീട് വെച്ചിട്ട് മോഹൻദാസേ പ്ലീസ് അങ്ങോട്ട് പോക്കൂ എന്ന് പറയുന്നതിന് പകരം ഞാനിവിടെ നിന്ന് ഇറങ്ങിത്തരണേ, എൻ്റെ വീട് പൊളിക്കണം, ഞാൻ എങ്ങോട്ട് പോകും, തൽക്കാലം നിങ്ങൾക്കൊരു ലോഡ്ജിൽ താമസിക്കുക, എന്നിട്ട് സർക്കാർ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് വീട് വെച്ച് തരും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിൽ വരും. പിന്നെ ഇത് ഒരു കാലത്തും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ആ ലോഡ്ജിൽ തന്നെ കിടക്കും. 6 മാസം സർക്കാർ അതിൻ്റെ വാടക കൊടുക്കും, പിന്നെ സർക്കാർ കാശ് തരില്ല. RDO പറയും, അല്ല അത് സർക്കാരിൽ നിന്ന് അലൊക്കേഷൻ വന്നില്ല, പിന്നെ എങ്ങനെ ലോഡ്ജുകാരൻ എന്നോട് ചൂടാവാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ ഞാൻ വഴിയാൻ നേരമാകും. അതുകൊണ്ട് ജനം ഇത് വിശ്വസിക്കുന്നില്ല. ഒരു ട്രസ്റ്റ് വേണമല്ലോ, സർക്കാർ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യും. അതൊരിക്കലും സർക്കാർ ചെയ്യാറില്ല. ഒരു വാഗ്ദാനവും സർക്കാർ പാലിക്കാറില്ല. നിങ്ങൾക്കൊരു സംഘടനയും സെറ്റപ്പും സമരം ബഹളം ഒക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ കുറച്ചെന്തെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടിയെന്ന് വരും. ഒരു വ്യക്തിക്ക് സർക്കാരിൽ നിന്നാണ് കിട്ടാനുള്ള ആ സ്ഥലമോ വീടോ ധനസഹായമോ ഇതൊന്നും തന്നെ സർക്കാർ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അതാണ് സർക്കാരുകളുടെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ സിൽവർ ലൈൻ അല്ലെങ്കിൽ ഹൈ സ്പീഡ് റെയിൽ എന്നൊക്കെ പറയുള്ളൂ. ഇതിന് സ്ഥലം ജനം കൊടുക്കില്ല. എന്താ കൊടുക്കാത്തത്? നിങ്ങൾ പ്രതിഫലം കൊടുക്കില്ല. അതുകൊണ്ടാണ് പ്രധാന പ്രശ്നം. അതാണ്. നാഷണൽ ഹൈവേക്ക് ആൾക്കാർ സന്തോഷത്തോടെ സ്ഥലം കൊടുക്കും. കാര്യം എന്താ? സ്ഥലം ഏറ്റെടുത്താൽ ആ സെക്കൻഡിൽ പൈസയാണ്. അതുമാത്രമല്ല, നമ്മളുടെ ഒരു 8 സെൻറ്റ് പ്ലോട്ട്, അതിലെ 5 സെൻറ്റ് നാഷണൽ ഹൈവേക്ക് വേണം. ബാക്കി 3 സെൻറ്റ് എന്ത് ചെയ്യും മനുഷ്യൻ? ഒന്നിനും കൊള്ളാത്ത ഒരവസ്ഥ. നാഷണൽ ഹൈവേ ഈ നിതിൻ ഗഡ്കരി വന്നതിന് ശേഷം നിതിൻ ഗഡ്കരി പറഞ്ഞു, ഇങ്ങനത്തെ കണ്ടീഷനിൽ ആ 3 സെൻറ്റും കൂടെ നാഷണൽ ഹൈവേ എടുക്കണം. അപ്പോൾ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, സാറേ ആ 3 സെൻറ്റ് കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യമില്ല, ചുമ്മാ ഒരു 3 സെൻറ്റ് ഇങ്ങനെ തള്ളി നിന്നിട്ട് എന്താ കാര്യം? പുള്ളി പറഞ്ഞു, കാര്യം നമുക്കല്ല, അയാൾക്കാണ്. നിങ്ങൾ അയാളുടെ 5 സെൻറ്റ് എടുക്കുന്നു, ഈ 3 സെൻറ്റ് അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് വിൽക്കാനും പറ്റില്ല, അവിടെ സാർത്ഥകമായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ആ 3 സെൻറ്റും കൂടെ നമ്മൾ എടുക്കുക. ഇങ്ങനെ ചെയ്തു. അതോടെ എല്ലാവർക്കും സന്തോഷമായി. നാട്ടുകാർക്കെല്ലാം നാഷണൽ ഹൈവേക്കാണെങ്കിൽ കൊടുക്കും, റെയിൽവേക്കാണെങ്കിൽ കൊടുക്കില്ല. കാരണം റെയിൽവേയിൽ ഈ ചട്ടമില്ല. റെയിൽവേ ഇന്ത്യൻ റെയിൽവേ അല്ല, നമ്മുടെ ഈ മെട്രോ റെയിൽ, സ്പീഡ് റെയിൽ എന്നൊക്കെ പറഞ്ഞു. ഇത് ആദ്യം തന്നെ സർക്കാർ പറയണം, എന്താ ഇന്ന സ്ഥലത്ത് ഇന്ന സർവേ നമുക്ക് സ്ഥലം എടുക്കും, അത് ഞങ്ങൾ ന്യായമായ വില, അതിന് നിശ്ചയിക്കപ്പെട്ടൊരു വിലയുണ്ടല്ല, ആ വില ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ വെച്ച് തരും. എന്നിട്ട് നിങ്ങൾ സ്ഥലം തന്നാൽ മതി. പൈസ ആദ്യം തരും, പിന്നെ സ്ഥലം ഒഴിഞ്ഞു. ഇത് പറഞ്ഞു നോക്കിയാൽ ആൾക്കാർ സ്ഥലം തരും. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് 80കളിലാണ് കേട്ടോ, ഹരിയാനയിൽ നമ്മളുടെ ഓം പ്രകാശ് ചൗട്ടാലാണെന്നാണ് എൻ്റെ ഓർമ്മ, മുഖ്യമന്ത്രി. ആ കാലിനൊരു അല്പം പ്രയാസമുള്ള ആൾ. അതോ അതിന് മുമ്പ് ഹരിയാനയിലാണ്. 2000 ഏക്കർ സ്ഥലം വേണം ഒരു പ്രോജക്റ്റിന്. 400 കർഷകരെ മറ്റും ഉണ്ട്. അവരുടെയിലാണ് ഈ 2000 ഏക്കർ. ഇദ്ദേഹം ഒരു മുനിസിപ്പൽ ഹാളിൽ ഈ 400 പേരുടെ യോഗം വിളിക്കുന്നു. മുഖ്യമന്ത്രിയുണ്ട്, റവന്യൂ മന്ത്രിയുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, തഹസിൽദാരുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്, ട്രഷറി ഓഫീസറുണ്ട്, ക്യാഷ് 2 പോലീസുകാർ തോക്കുമൊക്കെ ആയിട്ട് ക്യാഷ് ബോക്സ് കൊണ്ടുവന്നു. പുള്ളി വിളിച്ചു, സംസാരിച്ചു, എന്ത് തരണം 1 ഏക്കറിന്? ഒന്നുകൊണ്ടും പേടിക്കേണ്ടത്, കാശ് ഇവിടെ ഇരിപ്പുണ്ട്.
നിങ്ങളിപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാറും ഒക്കെ ഉണ്ട്, ആധാരം എഴുതി തയ്യാറാക്കി ഇവിടെ ഇരുന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ കാശ് ഞാൻ തരും. രാവിലെ 9-9:30 തുടങ്ങിയ യോഗം വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുമ്പോൾ 2000 ഏക്കർ വസ്തു അക്വയർ ചെയ്തിട്ട് ആ മനുഷ്യൻ കാറിൽ കയറിപ്പോയി. എല്ലാവരും ഹാപ്പി, എല്ലാവർക്കും പൈസ കൊടുത്തു. അന്നൊക്കെ ക്യാഷാണില്ല. ക്യാഷ് ചെക്ക് കൊടുത്തിട്ട് പിന്നെ ചെക്ക് മടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഒന്നും വേണ്ട. ട്രഷറി നിയന്ത്രണം ഒന്നും നിങ്ങൾക്ക് ബാധകമല്ല, ക്യാഷ് പിടിച്ചു. അങ്ങനെ ക്യാഷ് കൊടുത്ത് അവിടെ വെച്ച് തന്നെ ആധാരം എഴുതി ഒപ്പുമൊക്കെ ഇട്ട് രജിസ്റ്റർ ചെയ്ത്, കാരണം രജിസ്ട്രാറും ഒക്കെ അവിടെ വന്നിരിക്കുക. ആരും ചെയ്യും. ഇത് 80s ഹരിയാനയിൽ ചെയ്തതാണ്. കേരളത്തിൽ ഇങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ? പക്ഷേ ഇത് ചെയ്താൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ചെയ്യില്ല. അത് തന്നെ ഇത് നമ്മൾ കാട്ടിലെത്തടി തേവരുടെ ആന എന്നുള്ള മട്ടിലാണ് ഇപ്പോഴും പോകുന്നത്. ഒരു സ്കീം ഗവൺമെൻറ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുപോകില്ല. അതിനോട് ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാരില്ല. അഥവാ ഒരാളുണ്ടെങ്കിൽ അയാളെ ചീത്തയാക്കാനായിട്ട് ബാക്കി ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് വളരെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൻ്റെ. ഇങ്ങനത്തെ ഒരു ഏർപ്പാട് ഇപ്പോൾ തമിഴ്നാട്ടിൽ അവിടെയും കൈക്കൂലിയൊക്കെ മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരാരും സ്വർഗത്തു നിന്ന് വന്നവരൊന്നുമല്ല. പക്ഷേ അവർ കൈക്കൂലി വാങ്ങിച്ചാൽ ആ ജോലി ചെയ്തിരിക്കും. കേരളത്തിൽ കൈക്കൂലിയും കൊടുക്കണം, ജോലിയും ചെയ്യില്ല. കൈക്കൂലി കൊടുത്തിട്ട് പിന്നെ ഇയാളുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥയൊക്കെ കേരളത്തിലുണ്ട്. ഞാനിത് എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെയല്ല, കുറേ അധികം പേര് നല്ല മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് ഇത് മുടിഞ്ഞു പോകാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ തീ പിടിച്ചു പോയനെ. ഈ ബൈബിളിൽ പറഞ്ഞ പോലെ ദൈവം ഗന്ധകവും തീമഴയും വർഷിച്ച് കത്തിച്ച് കളഞ്ഞേനെ. ഇത് നല്ല മനുഷ്യർ കുറേ ഉള്ളതുകൊണ്ടാണ് അങ്ങേര് തീ വയ്ക്കാത്തത്. അവർ രാവിലെല്ലാതെ കഷ്ടപ്പെടുന്നുമുണ്ട്. സിനിജി നോക്കി ഒരു വില്ലേ ഓഫീസിൽ ഒരു 3 ഉദ്യോഗസ്ഥർ ആത്മാർത്ഥതയുള്ളവരുണ്ടെന്ന് വെച്ചു. സകല ജോലിയും അവരുടെ തലയിലായി. അവരവരുടെ മൊബൈൽ നമ്പർ ഓരോ കാര്യത്തിന് വരുന്നവർക്ക് കൊടുക്കും, എന്നെ വിളിച്ചാൽ മതി. അവരുടെ ഫോൺ നിർത്താതെ വീട്ടിൽ ചെന്നാലും അടിച്ചുകൊണ്ടിരിക്കും. സാറേ എൻ്റെ കടലാസ് ശരിയല്ല, ഞാനത് ശരിയാക്കി വെച്ചിട്ടുണ്ട്, നാളെ ഉറപ്പായിട്ട് തരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവർക്കിത് 24 മണിക്കൂറും അവർ ഡ്യൂട്ടിയിലാണ്. ബാക്കി കുറച്ച് പേര് സൂചിച്ചുകൊണ്ടിരിക്കും. കാരണം ഇയാൾ മുരടനാണ്, ഇയാൾ ഫോൺ എടുക്കില്ല, എടുത്താൽ തന്നെ ഇയാൾ തട്ടിക്കയറും, വീട്ടിലെ മനുഷ്യനെ ഉപദ്രവിക്കുന്നു രാത്രി 10 മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ആളുകൾ പേടിച്ചിട്ട് ഈ മനുഷ്യനെ വിളിക്കില്ല. ഈ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥകളും ശ്വാസം മുട്ടി കാളയെ പോലെ പണിയെടുക്കുകയും വേറെ കുറച്ച് പേര് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്ത്. ഇവർക്കൊക്കെ യൂണിയനുണ്ട്. ഇപ്പം മിണ്ടാൻ പറ്റില്ല. ഇവർക്ക് നാരായണന് പറയാൻ പറ്റില്ല മാധവൻ ജോലി ചെയ്യുന്നില്ല, അവൻ സൂചിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞാൽ മാധവൻ നാരായണനെ പുറത്താക്കി യൂണിയനിൽ. കാരണം മാധവൻ യൂണിയൻ നേതാവാണ്. ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ വെച്ച് താമസിപ്പിച്ച് കുളമാക്കുന്ന സമ്പ്രദായം. അത് ഈ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസിഷൻ എടുത്ത് നടപ്പാക്കുന്നു. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ് സിനിജി ആലോചിച്ചത്? ഒരു സ്ഥലത്ത് പ്രളയം വന്ന് വീട്ടിൽ വെള്ളം കയറി, അടുത്ത് ഒരു സ്കൂള്, ഗവൺമെൻറ് സ്കൂളോ പ്രൈവറ്റ് സ്കൂളോ എടുത്തിട്ട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. പിന്നെ ഈ ക്യാമ്പ് നാട്ടുകാർ നടത്തും. നമ്മളെപ്പോലുള്ളൊരു സംഭാവനകൾ അയച്ചു കൊടുക്കും. അവർക്ക് ഭക്ഷണം, വസ്ത്രം, അത് ഇതൊക്കെ കൊടുക്കും. അവർ 10-15 ദിവസം അവിടെ താമസിക്കുക. അപ്പോഴത്തേക്ക് ഇത് ഏകദേശം വെള്ളമൊക്കെ ഇറങ്ങിയതാവും. തിരിച്ചു പോകണം. പൊളിഞ്ഞ വീട് പൊളിഞ്ഞു. പിന്നെ അവരെന്തെങ്കിലും ഓലപ്പരയൊക്കെ കെട്ടി വീണ്ടും ജീവിതം ഒന്നേന്ന് അങ്ങ് തുടങ്ങുകയാണ് അവർ.